ഇന്ന് നമ്മൾ നിൽക്കുന്നത് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മുൻപിലാണ്. ഇന്ന് ഇവിടെ എന്താണെന്നല്ലേ പറയാം. നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ: ഫുഡ് ആൻഡ് ടെക്നോളജി. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നൂതന സവിശേഷതകളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനുമായി നമുക്ക് കൂടുതൽ ഉപകാരപ്പെട്ടേക്കാം. ലെറ്റ്സ് ഹാവ് എ വിസിറ്റ് ടു ഫുഡ് ടെക് കേരള അറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നമ്മളിപ്പോൾ മഞ്ജുള ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ടേ ഉള്ളത്. മഞ്ജുള ചേച്ചി ഇവിടെ വീട്ടിൽ നിന്ന് ഹൈഡ്രേറ്റഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ചേച്ചി ഒന്ന് പറയാമോ ഇത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇതിലുള്ളതെന്ന്? ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാരറ്റ് പൊടി, ബീട്രൂട്ട് പൊടി, ABC പൗഡർ, മുരിങ്ങ ലീവ്സ് പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും കഴിക്കാത്ത കുട്ടികൾക്ക് അത് നമ്മൾ ഉണക്കി പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊടികളിലൂടെ ആഡ് ചെയ്ത്, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലിയോട് നമുക്ക് ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. വേറെ എന്തൊക്കെയുള്ള ഇത്? പിന്നെ ഹെന്ന പൗഡർ ഉണ്ട്, കാണിക്കണത് ഹെന്ന, ഗ്രീൻ ചില്ലി, ഓനിയൻ പൗഡർ, ഹെന്ന പൗഡർ. ഹെന്ന പൗഡർ അല്ലേ? ഇത് എന്തൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹെന്ന പൗഡർ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻലി? ഇത് മൈലാഞ്ചി, പിന്നെ നമ്മൾ ഇതിന്റെ ബീട്രൂട്ട് കൂടി ചേർക്കുന്നു. ബീട്രൂട്ട് പൊടി കൂടി. ബീട്രൂട്ട് പൊടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചേച്ചി? ഇത് ബീട്രൂട്ട് പൊടി നമുക്ക് താരൻ നല്ലതാണ്. താരൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴത്തേക്ക് നല്ലതാണ്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വേറെ എന്താ അതിലുള്ള വേറെ പ്രൊഡക്ട്സ് ഒന്ന് പറയാമോ? പിന്നെ ഗ്രീൻ ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലി പൗഡർ, ഒനിയൻ പൗഡർ, മുരിങ്ങ ലീവ്സ്. മുരിങ്ങ ലീവ്സ് നിങ്ങൾ എങ്ങനെയാ മുരിങ്ങ നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡീഹൈഡ്രേറ്റഡ് മെഷീനിൽ ഉണക്കിയിട്ട് നമ്മളിത് പാക്ക് ചെയ്ത് വെക്കും. പിന്നെ പപ്പായ ലീവ്സ് ഉണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഡെങ്കി ഫീവറിനൊക്കെ നമ്മൾ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കൗണ്ട് പറയുന്ന പ്രശ്നമുള്ളത് കാരണം കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് പപ്പായ ലീവ്സ് പൗഡർ. ചിയാ സീഡ് ഉണ്ട്, ചിയാ സീഡ്. പിന്നെ നമുക്ക് പൊടികളാണ് കൂടുതൽ. നമുക്ക് കറി പൗഡേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഇതൊന്നും പ്രിസർവേറ്റീവ് ഇല്ലാതെ നമ്മൾ ചെയ്യുവാണ്. ഇത് നമ്മൾ നെല്ലിക്ക അരിഞ്ഞ് ഉണക്കുന്നതാണിത്. ഇതിലിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ മധുരം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ, ക്യാൻഡി ഉള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്താ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ എന്താ? നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് കായം. നമ്മുടെ കായാണ് മെയിൻ പ്രൊഡക്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാർ നമ്മുടെ അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ബാക്കിയുള്ള പൊടികൾ കൂടി നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മൾ മെയിൻ നമ്മുടെ ആദ്യമായി തുടങ്ങിയത് കായം. നന്നായിട്ട് 1 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമേ ഉള്ളത്. പിന്നെ നിങ്ങൾ പതുക്കെ അതിന് ഓരോരുത്തരുടെ ആവശ്യം, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ഇല്ലാതെ തേങ്ങ വറുത്തരച്ച കറി പേസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇവിടെ ഉള്ളത്? സാമ്പാറിന്റെ പേസ്റ്റ് ഉണ്ട്, ഇറച്ചിക്കറിന്റെ പേസ്റ്റ് ഉണ്ട്, കടലക്കറിന്റെ പേസ്റ്റ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്. മെയിൻലി കറി പേസ്റ്റ് ആണ് അല്ലേ? മെയിൻലി കറി പേസ്റ്റ്, തേങ്ങ വറുത്തരച്ച കറി പേസ്റ്റ് ആണ്. സർ ഈ ഷോപ്പിന്റെ പേര് തന്നെ മംസ് ടെസോറി. മംസ് ടെസോറി എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിധികൾ എന്നാണ് അർത്ഥം. ടെസോറി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ വേർഡ്സ് ആണ്. അമ്മയുടെ നിധികൾ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സർ. സർ എന്തൊക്കെ പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ ഇതിലില്ലേ? ഇത് ഇറച്ചിക്കറിന്റെ പേസ്റ്റ് ആണ്. തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറിന്റെ പേസ്റ്റ്. ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ 1 കിലോ ഇറച്ചിയിലേക്ക് 3 സ്പൂൺ മാത്രം ചേർത്താൽ വേറെ ഒന്നും നമ്മൾ ചേർക്കണം. ഇതിൽ 18 ഇൻഗ്രീഡിയൻസ് ആൾറെഡി ചേർന്നിട്ടുണ്ട്. യാതൊരു പ്രിസർവേറ്റീവ് നമ്മൾ ചേർത്തിട്ടില്ല. പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ഇല്ല, ഒന്നും ചേർത്തിട്ടില്ല. ഇതിലുള്ള പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഉള്ളത്. ഉപ്പ് കണ്ടന്റ് കൂടുതലാണ്. നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. സർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഇത് വാങ്ങുവാണെങ്കിൽ ഇതിപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റില്ല? പുറത്ത് വെക്കണം, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല? അങ്ങനെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയതാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ടെക്നോളജിയാണ്. ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി 17 വർഷമായി. അപ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആവണം, എന്തെങ്കിലും സ്വയം വേണമെന്നുള്ള രീതിയിൽ ഞാൻ വ്യവസായ വകുപ്പിൻ്റെ ക്ലാസ്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത്. അവിടെ നിന്നാണ് ഈ ടെക്നോളജി കിട്ടിയിട്ടുള്ളത്. അവിടെ പോയിട്ട് ഞാൻ പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി, അവിടെ നിന്നാണ് ഇതിൻ്റെ ടെക്നോളജി കിട്ടിയത്. അപ്പം സർ എങ്ങനെ ആദ്യം എന്താ തുടങ്ങിയിട്ടാണ്? ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ഫ്രോസൺ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഫ്രോസൺ ടൈപ്പിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമ്മളൊരു ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അവിടെ കറണ്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനം കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു മോശമായിട്ട് വരും. അപ്പോൾ അതിന് പുതിയൊരു ടെക്നോളജി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി കോൾഡ് പ്രസ് ടെക്നോളജിയാണ്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെഷീൻ ഇതൊരു US ടെക്നോളജിയാണ്. ഇതിൽ ഒരു പ്രിസർവേറ്റീവ് ഇല്ല, ഷുഗർ ഇല്ല, നത്തിങ് എൽസ്. ഇത് നോർമലി ബ്ലെൻഡ് ചെയ്യുന്ന ജ്യൂസ് അല്ല, ഇത് ഹൈഡ്രോളിക്കലി പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ സർ, ഈ വേഗൻ വാലി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്ന് പറയാം? ആക്ച്വലി ഞങ്ങൾ മൊത്തത്തിൽ പ്ലാന്റ് ബേസ്ഡ് ആണ്. ദർ ഇസ് നോ ആനിമൽ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇത് ഫുഡ് ആയാലും ജ്യൂസ് ആയാലും എവറിത്തിങ്. സോ നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. വീഗനിസം ഇവിടെ വളരെ കുറവാണ്. ആക്ച്വലി ഞങ്ങൾ കാലിക്കറ്റ് ബേസാണ്. അവിടെ ഞങ്ങളാണ് ഫസ്റ്റ് വീഗൻ സ്റ്റോർ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഈ ജ്യൂസിനെ പറ്റിയിട്ട് ഒന്ന് വിവരിക്കാമോ? ഇത് ആക്ച്വലി മോർണിംഗ് സൺഷൈൻ എന്ന് പറഞ്ഞ ജ്യൂസാണ്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻറ്റ് റെഡ് ആപ്പിൾ, ലെമൺ, ജിഞ്ചർ, കൈനഗ്രൗണ്ട്. ഇത് ആക്ച്വലി ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഡിറ്റോക്സിഫിക്കേഷൻ നല്ലതാണ്, സ്കിൻ ഗ്ലോയിങ്ങിന് നല്ലതാണ്, ദെൻ വെയിറ്റ് ലോസിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെങ്ങനെയാണ് മീൻസ് ആൾക്കാർ എങ്ങനെയാണ് ഇത് വാങ്ങുന്നത്? ഇത് ആക്ച്വലി ഞങ്ങളൊരു ജ്യൂസ് ക്ലെൻസ് പ്രോഗ്രാം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഡിറ്റോക്സിഫിക്കേഷൻ പ്ലാൻ. അതായത് ഒരു ദിവസം 6 ബോട്ടിൽ ജ്യൂസ് മാത്രം കൺസ്യൂം ചെയ്യാം. ദെൻ സ്ലൈറ്റ്ലി ഒരു സ്മൂത്തിയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിന്നറായിട്ട് കഴിക്കാം. എവറി 2 hour ഓരോ ഡ്രിങ്ക് കൺസ്യൂം ചെയ്യാം. ഇപ്പോൾ ഇത് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ വെബ്സൈറ്റ് ത്രൂ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും. പ്രീ ഓർഡർ ആയിട്ട് 24 hour മുന്നേ ആയിട്ട് ഓർഡർ ചെയ്താൽ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ്. ഈ മെഷീൻസ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ജസ്റ്റ് കുറേ മെഷീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടൊരു മെഷീൻസ് ആയിട്ട് തോന്നി. ആക്ച്വലി ഈ മെഷീന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്, US മെയ്ഡാണ് ഈ സാധനം. അതായത് ഇതിൽ നമ്മൾ ഈ ഇതിൽ ഗ്രൈൻഡ് ചെയ്യാണ് ചെയ്യുക. ഫ്രൂട്ട്സിനെ വെച്ച് ഗ്രൈൻഡ് ചെയ്യും. ദെൻ ഇത് ഒരു പ്രസ് ചേമ്പറിലേക്ക് പോവുകയാണ്. പിന്നെ അത് ഹൈഡ്രോളിക്കലി പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കുന്നത്. ആ സെയിം ഫോമാണ് നമ്മൾ ജ്യൂസ് ആയിട്ട്. ഇപ്പം ചേട്ടൻ ഇത് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ ഇത് പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ മെഷീനെ കുറിച്ചിട്ട് അറിഞ്ഞു. ഇല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആ ഒരു സയൻസ് നമ്മൾ അറിയില്ല. അതായത് നമ്മൾ നോർമൽ ജ്യൂസ് എന്ന് പറയുന്നത് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ബ്ലേഡ് തിരിയുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതിൽ എല്ലാ എൻസൈംസും നശിച്ചു പോകും. ഈ കോൾഡ് പ്രസ് ടെക്നോളജി ആകുമ്പോൾ ഇതിൻ്റെ മാക്സിമം ന്യൂട്രിയൻസ് എൻസൈംസും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. എത്രയാ റേഞ്ച് വരുന്നത് ഇതിനൊക്കെ? ഇത് 149 to 249 വരെയാണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 5 to 6 days ആണ്. ഇത് ഗ്രീൻ ഹൗസ് ആണ്. ഇതിൽ ക്യുക്യൂംബർ, സെലറി, ഗ്രീൻ ആപ്പിൾ, ലെമൺ, ജിഞ്ചറാണ് വരുന്നത്. ദെൻ ഇത് ക്ലാസിക് ബീറ്റ് എന്നുള്ള റെസിപ്പിയാണ്. ഇതിൽ റെഡ് ബീറ്റ്, ഓറഞ്ച്, ക്യുക്യൂംബർ, കെയിലാണ് വരുന്നത്. ദെൻ ദിസ് ഹൈഡ്രേറ്റർ. ഇതിൽ പൈനാപ്പിൾ, ക്യുക്യൂംബർ, ഗ്രീൻ ആപ്പിൾ, മിൻ്റാണ് വരുന്നത്. ദെൻ ദിസ് ഗോൾഡൻ അവർ, ക്യാരറ്റ്, റെഡ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, ലെമൺ, ജിഞ്ചർ. ഇത് നമ്മൾ സിഗ്നേച്ചർ ഡ്രിങ്കാണ്. ഇത് ചാർക്കോൾ ലെമൺ, ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾഡ്, ദെൻ റെഡ് ആപ്പിൾ, ലെമൺ, സിട്രസ്, ജിഞ്ചർ. ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചിൽഡ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. നോർമൽ ടെമ്പറേച്ചറിൽ കുടിച്ചാൽ നമുക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഫ്ലേവർ ചിലപ്പോൾ ജിഞ്ചർ ഓവർ പവർ ചെയ്യും. അപ്പോൾ അത് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഇവിടെ വന്നിട്ട് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആൾക്കാർ ആൾക്കാർ റെസ്പോണ്ട് ഉണ്ട്. ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് ഇതിൽ ഷുഗർ ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണ്. എങ്ങനെയാണ് ആൾക്കാർക്ക് ഷുഗർ ചെയ്യുന്നത്. നമ്മൾ ബേസ് ആയിട്ട് ആപ്പിളാണ് യൂസ് ചെയ്യുന്നത്, ഇമ്പോർട്ടഡ് ആപ്പിളാണ്. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ചേട്ടൻ്റെ സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ ഓർഡർ ഒന്ന് കാണിക്കാമോ? ജസ്റ്റ് ഷുവർ. ഇതിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. ഇതിലേക്ക് ലീഡ്സും ക്യാമ്പയിൻസും ഒക്കെ നമുക്ക് ഇതിൽ റൺ ചെയ്യാൻ പറ്റും. ഇത്രയും പ്രൊഡക്റ്റ് ആണല്ലേ ഇവിടെ? ഇത്രയും പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾ കൂടുതൽ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യായിരിക്കും അല്ലേ?
എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇതിൽ ഇവിടെ ഉള്ളത്? നമ്മൾ തേനിൻ്റെ പ്രൊഡക്റ്റുകൾ, പിന്നെ തേനിൻ്റെ വാക്സ് കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ, വിവിധങ്ങളായ തേനുകൾ അങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മൾ സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഇന്നിപ്പോൾ മാർക്കറ്റിലെല്ലാം മായം ചേർന്ന തേനുകളാണ്. വൻകിട കമ്പനികൾ പോലും കൃത്രിമ തേനുകളാണ്. BM ഹണി ഫാം അല്ലേ ഇതിന്റെ BM ഹണി ഫാം. അതിന്റെ ജസ്റ്റ് ഒന്ന് പറയാമോ, എന്താ ഉദ്ദേശിക്കുന്നത്? BM എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തന്നെ ബാബു മാത്യു എന്നാണ്. സാറിന്റെ ഫുൾ നെയിം ഒന്ന് പറയാമോ? ബാബു മാത്യു. അതിന്റെ BM. ഓക്കെ, എൻ്റെ ബ്രാൻഡ് നെയിം തന്നെയാണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ, മെഴുകൊണ്ടുള്ള നാച്ചുറൽ പ്രൊഡക്റ്റുകൾ, ഇന്നിപ്പം മറ്റേ പെട്രോളിയം പ്രൊഡക്റ്റ്, നിവിയ പോലുള്ള പ്രൊഡക്റ്റുകൾ ആളുകൾ തേക്കുന്നത് കംപ്ലീറ്റ് ക്രീം ഐറ്റംസിലൊക്കെ. നമ്മൾ മെഴുകൊണ്ട് തന്നെയുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. മെഴുകും വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റ്. മീൻസ് ഇതൊക്കെ ഒറിജിനൽ തേനാണല്ലേ? ഒറിജിനൽ തേനാണ്. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സ്വന്തം നാച്ചുറലായിട്ട് സ്വന്തം മിഷനറി വെച്ച് വെള്ളം ശുദ്ധീകരിച്ച് ഗവൺമെന്റ് നോംസും പ്രകാരം വീട്ടിൽ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഞാൻ വിവിധങ്ങളായ പറമ്പുകളിൽ നിരവധി കൂടുകൾ വെച്ച് ഞാൻ കോഴിക്കോട് ജില്ലയിലെ തന്നെ മികച്ച തേനീച്ച കർഷകനാണ്. 2024-25 വർഷത്തെ മികച്ച തേനീച്ച കർഷകൻ അവാർഡ് എനിക്കാണുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്നതാണല്ലേ? ഈച്ച കൊണ്ട് വെക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു പ്രോസസ്സ് ചെയ്ത്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി മെഷീനൊക്കെ സ്ഥാപിച്ച് മെഷീനിൽ വെച്ച് പ്രോസസ്സ് ചെയ്ത് ഗവൺമെൻറ് നോംസിൽ അത് വാട്ടർ കണ്ടൻറ്റ് 20 താഴെ കൊണ്ടുവന്നിട്ടാണ് നമുക്കിത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോറസ്റ്റ് തേന്, ലിച്ചി തേന്, അങ്ങനെയുള്ള പല തേനും പറഞ്ഞ് പല മാർക്കറ്റൊന്നും നമ്മൾ വാങ്ങുന്നില്ല. തേനീച്ചകൾ എല്ലാ ചെടികളിൽ നിന്നും ഒരേപോലെ പൂവിൽ നിന്നും തേനെടുക്കും. ഒരു പ്രിസർവേറ്റീവും ചേരുന്നില്ല. കൃഷി വകുപ്പ് എടുത്ത് ലാബിൽ വിട്ട് അതിൻ്റെ പരിശോധനാ ഫലം പൂർത്തിയാക്കി പ്രിസർവേറ്റീവോ മറ്റേ ഷുഗർ ആഡോ ഇല്ല. 100% ഗ്യാരണ്ടി ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. നമ്മുടെ ഫെസ്റ്റ് ഒന്ന് പറയാമോ? ഫെസ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായമൊന്നുമില്ല. കാരണം ഇത്രയും പണം മുടക്കി ഇങ്ങനെ ഒരു പരിപാടി സർക്കാരല്ലേ ഇതിൻ്റെ പ്രൊമോട്ടർ അല്ലേ? എത്ര കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്? ഇതിനകത്ത് എന്താ ആൾക്കാർക്ക് ഉപകാരമുള്ളത്? എന്താ കുറച്ച് സ്റ്റാർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കി ആണോ? നമ്മൾ വേറെ ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ നടക്കുന്ന എക്സ്പോ ഒക്കെ കണ്ടാൽ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. മെഷീനറിയും കാര്യങ്ങളും എന്താ കുറച്ച് മറ്റേ കാർ ഷോറൂമിലെ പോലെ 2 വണ്ടിയൊക്കെ ഇട്ടിട്ട്. സാർ എവിടെയൊക്കെ പോയി? ജസ്റ്റ് ഒന്ന് പറയാം. മൊത്തത്തിൽ കറങ്ങി എക്സിബിഷൻ മൊത്തത്തിൽ കാണുന്നതാണ്. അവിടെ എല്ലാ സ്ഥലത്തും പോകുന്ന. സാർ പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം നിന്നാണോ? വേസ്റ്റ് ഓഫ് ടൈം മാത്രമല്ല, സർക്കാരിൻ്റെ ഫണ്ട് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് പോകുന്നതാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും ഇത് വേസ്റ്റാണ്. കാര്യം ഇതുകൊണ്ട് എന്താ ഗുണം കിട്ടിയിരിക്കുന്നത്? ഈ ഒരു ഇത്രയും വലിയ ഒരു സംവിധാനത്തിൽ എത്ര കോടി രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ. എന്നിട്ട് ഇതിനകത്ത് ചെറിയ മിഠായി കച്ചവടക്കാരെ പോലെ കുറച്ച് സ്റ്റാൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ആണോ? ഇത് ഭയങ്കര ഇതല്ലേ? ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ സർക്കാരിന് കുറേ ഫണ്ടുണ്ട്. ഈ ഫണ്ട് പല രീതിയിലും ചിലവഴിക്കുമ്പോഴാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് കമ്മീഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അതായിട്ടാണ് മനസ്സിലായത്. അതിപ്പോൾ ഒരു വ്യവസായ വകുപ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നുണ്ട് ആണോ? സോ സാർ പറയുന്നത് നോ യൂസ് എന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണ്. ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ 100% നമുക്ക് ലഭ്യമായ ടാർഗറ്റിൻ്റെ 100% അച്ചീവ് ചെയ്തതിനുള്ള സമ്മാനമാണിത്. ഇതുപോലെ 9 ജില്ലകൾക്ക് നമുക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി ജില്ലയിൽ നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺസ് ആണ്. അപ്പോൾ ആ 14 പേര്, അതായത് 14 പേര് 100% അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവർക്കും ഇതോടൊപ്പം ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ബാങ്കുകൾക്കും ഇതിൻ്റെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും അധികം PMFME സംരംഭകരെ സപ്പോർട്ട് ചെയ്ത ബാങ്കുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് ഫെസ്റ്റ്? എന്താണ് അഭിപ്രായം? നല്ലതായിട്ട് പുരോഗമിക്കുകയാണ്. ഇനി കൂടുതൽ ആൾക്കാർ വരാൻ. ചേച്ചി എങ്ങനെയുണ്ട്? എന്താ കുഴപ്പമില്ല, നല്ലതായിരുന്നു. മീൻസ് ഒരുപാട് മിഷനറീസും അതുപോലെ ഹോട്ടൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചേച്ചി എന്തൊക്കെയാണ് വാങ്ങി? ഞങ്ങൾ നെല്ലിക്ക ജ്യൂസ് വാങ്ങിച്ചു, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, സ്ക്വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ചേച്ചി ഇഷ്ടമായല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലെ ആൾക്കാരും ഒത്തുകൂടുന്ന ഈ ഒരു ഫുഡ് ഫെസ്റ്റ് 22 മുതൽ 24 തീയതി വരെയാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റ് തുടക്കം കുറിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതും
എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതും ആയ പ്രൊഡക്ട്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വരൂ, നമുക്കിവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മാമാങ്കം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്.